ഹായ് ഫ്രണ്ട്സ്, നിങ്ങളും കുടുംബവും ഒരു വീട് വെക്കാൻ വേണ്ടി സ്ഥലം നോക്കുന്നവരാണോ? ഒരുപാട് നീട്ടിപ്പരുത്തി സംസാരിച്ച് ഞാൻ നിങ്ങളുടെ സമയം കളയുന്നില്ല. ഒട്ടും ബോറടിപ്പിക്കാതെ ഒരു വസ്തു വാങ്ങുമ്പോൾ നമ്മൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ പറഞ്ഞു തരാം. എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണിത്. വസ്തു വിൽക്കുന്ന ആളുടെ കയ്യിൽ ഒറിജിനൽ ആധാരം ഉണ്ടെന്ന് ആദ്യം തന്നെ ഉറപ്പുവരുത്തുക. ഇനി ആധാരത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പേജുകളിൽ കാണുന്ന വസ്തുവിവര പട്ടിക നോക്കുക. അതിൽ സ്ഥലം, നിലം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വസ്തു വാങ്ങാതിരിക്കുന്നതാണ് എപ്പോഴും ബുദ്ധി. കാരണം നിലം നികത്തി വീട് വെക്കുന്നതിന് നിയമപരമായി ഒരുപാട് തടസ്സങ്ങളുണ്ട്. അത് പിന്നീട് വലിയ തലവേദനയാകും. അതേസമയം ഈ വസ്തുവിവര പട്ടികയിൽ പുരയിടം എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. പുരയിടത്തിൽ വീട് വെക്കുന്നതിന് യാതൊരുവിധ നിയമ തടസ്സങ്ങളുമില്ല. എങ്കിലും പുരയിടമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷവും ഈ ആധാരവും മുന്നാധാരങ്ങളും വാങ്ങി ഒരു വക്കീലിനെ കാണിച്ച് ലീഗൽ വെരിഫിക്കേഷൻ നടത്തുക. ഒരു 5000 രൂപയ്ക്കകമേ ഇതിന് ചെലവ് വരൂ. എങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ഈ ഒരു മുൻകരുതൽ സഹായിക്കും. ആധാരത്തിൽ 5 സെന്റ് അല്ലെങ്കിൽ 10 സെന്റ് എന്ന് എഴുതിയിട്ടുണ്ടെന്ന് കരുതി അത് കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. ടോക്കൺ കൊടുക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ സെയിൽസ് എഗ്രിമെന്റ് വയ്ക്കുന്നതിന് മുൻപോ ഒരു ഗവൺമെന്റ് അപ്രൂവ്ഡ് സർവേയറെ കൊണ്ട് വന്ന സ്ഥലം കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തണം. ആധാരത്തിൽ പറയുന്ന അത്രയും അളവ് ഭൂമി അവിടെയുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ പ്രധാനമാണ് അതിരുകൾ. അയൽക്കാരുമായി വല്ല അതിർത്തി തർക്കവും ഉണ്ടോ എന്ന് നോക്കണം. അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷം കൃത്യമായ അതിരുകളിൽ കല്ലുകൾ പാകി ബോധ്യപ്പെടുക. ഇല്ലെങ്കിൽ പിന്നീട് മതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം കണ്ണുകൊണ്ട് നോക്കുമ്പോൾ റോഡിനൊപ്പമാണെന്ന് തോന്നാം. പക്ഷേ പരിചയസമ്പന്നനായ ഒരു എഞ്ചിനീയറെ കാണിച്ച് അവിടുത്തെ വാട്ടർ ലെവൽ നോക്കണം. സ്ഥലം റോഡിനേക്കാൾ താഴ്ന്നതാണെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി മണ്ണിടിച്ച് പൊക്കേണ്ടി വരും. ഇങ്ങനെ മണ്ണിടിക്കുന്ന സ്ഥലത്ത് വെറുതെ തറകെട്ടി വീട് വെക്കാൻ പറ്റില്ല. കോളം ഫൂട്ടിങ് ചെയ്യേണ്ടി വരും. അതിനു പുറമെ മണ്ണിടിച്ച വശങ്ങളിൽ സാധാരണ മതിൽ കെട്ടിയാൽ മണ്ണിന്റെ പ്രഷർ കാരണം മതിൽ ഇടിഞ്ഞു പോകും. അതുകൊണ്ട് നല്ല ചെലവുള്ള റബിൾ ഫൗണ്ടേഷൻ കെട്ടി വേണം മതിൽ പൊക്കാൻ. ഇതാണ് ലാൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ്. സ്ഥലം വാങ്ങുന്നതിന് മുൻപ് ഈ ചെലവ് കൂടി കൂട്ടണം. ഇങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഈ പ്ലോട്ടിനേക്കാൾ ലാഭത്തിൽ വേറെ നല്ലൊരു സ്ഥലം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ ഈ സ്ഥലം അങ്ങ് ഒഴിവാക്കുന്നതാണ് ബുദ്ധി. അതല്ല, ഈ വരാൻ പോകുന്ന അധിക ചെലവ് എല്ലാം കൂട്ടി നോക്കിയിട്ടും നിങ്ങളുടെ ടോട്ടൽ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വേറെ നല്ലൊരു സ്ഥലം ഈ ഏരിയയിൽ കിട്ടാനില്ലെങ്കിൽ മാത്രം ഈ കച്ചവടവുമായി മുന്നോട്ട് പോകുക. ഇപ്പോൾ മിക്ക കൺസ്ട്രക്ഷൻ കമ്പനികളും ഫ്രീ ആയി വന്ന് ഇത് നോക്കിത്തരാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ്, നമുക്ക് ആ സ്ഥലം കണ്ടിഷ്ടപ്പെട്ടാൽ ആ സ്ഥലത്തെക്കുറിച്ച് അടുത്തുള്ള അയൽക്കാരോട് ഒന്ന് സംസാരിക്കേണ്ടതാണ്. ആധാരത്തിൽ വരാത്ത വെള്ളത്തിൻ്റെ ലഭ്യതയെക്കുറിച്ചും പല തർക്കങ്ങളെക്കുറിച്ചും അറിയാൻ ഈ ഒരൊറ്റ വഴി മതി. അതുപോലെ തന്നെ ആ സ്ഥലത്തിൻ്റെ സർവേ നമ്പർ വെച്ച് ഭാവിയിൽ അവിടെ വല്ല സർക്കാർ പ്രോജക്റ്റോ റോഡ് വികസനമോ വരുന്നുണ്ടോ എന്ന് നോക്കണം. മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ആണെങ്കിൽ LSGD വെബ്സൈറ്റിലെ മാസ്റ്റർ പ്ലാൻ നോക്കാം. പഞ്ചായത്താണെങ്കിൽ വില്ലേജ് ഓഫീസിലോ ആ വാർഡിലെ മെമ്പറെയോ നേരിട്ട് കണ്ട് സംസാരിച്ചാൽ വരാൻ പോകുന്ന പ്രോജക്റ്റുകളെ കുറിച്ച് കൃത്യമായി വിവരം കിട്ടും. വലിയ തുകയുടെ സെയിൽസ് എഗ്രിമെന്റ് എഴുതുന്നതിന് മുൻപ് ചെറിയൊരു തുക മാത്രം ടോക്കൺ അഡ്വാൻസ് കൊടുക്കുക. ഒപ്പം ഒരു റെസിപ്റ്റ് എഴുതി വാങ്ങണം. അതിൽ ആധാരപ്രകാരമുള്ള വസ്തു ഇല്ലെങ്കിലോ ലീഗൽ പേപ്പർ ക്ലിയർ ആയില്ലെങ്കിലോ തന്ന ടോക്കൺ പൈസ പൂർണ്ണമായും തിരികെ നൽകേണ്ടതാണ് എന്ന് കൃത്യമായി എഴുതി വെക്കണം. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന ബാക്കി കാര്യങ്ങളെല്ലാം പരിശോധിച്ച് എല്ലാം നിയമപരമായി കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം വലിയ തുക കൊടുത്ത് സെയിൽസ് എഗ്രിമെന്റ് തയ്യാറാക്കാൻ പാടുള്ളൂ. സ്ഥലം വാങ്ങുമ്പോൾ ഈ 5 കാര്യങ്ങൾ മാത്രം നിങ്ങൾ കൃത്യമായി നോക്കിയാൽ കയ്യിലുള്ള പൈസ ഒരിടത്തും നഷ്ടപ്പെടില്ല. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും വെർസ വൈബിനെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.